നിങ്ങളുടെ കുഞ്ഞ് പരീക്ഷയിൽ തോറ്റുപോയോ? വിഷമിക്കരുത് കേട്ടോ. ഇനിയും അവൻ തോറ്റുപോകാതിരിക്കണമെങ്കിൽ, അവൻ ജീവിതത്തിൽ വിജയശ്രീ ലാളിതനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അവനെ കുറ്റപ്പെടുത്തുകയോ ജയിച്ച കുഞ്ഞുങ്ങളുമായി താരതമ്യം ചെയ്യുകയോ, നിനക്ക് കഴിവില്ല, നിനക്ക് കുറവുണ്ട്, അവരെ നോക്കെ അവരൊക്കെ ഒത്തിരിയേറെ മാർക്ക് മേടിച്ചു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി താഴ്ത്തുകെട്ടി ചവിട്ടിത്താക്കുകയാണെങ്കിൽ ഇനിയും അവൻ വീണ്ടും തോൽക്കുകയും ആ തോൽവിക്ക് നിങ്ങളൊരു കാരണക്കാരായി തീരുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ തോറ്റുപോയിട്ടുള്ള അനേകർ വിജയിച്ച ചരിത്രം നമ്മൾക്കുണ്ട്. നമുക്കത് കാണാനായിട്ട് സാധിക്കും. തോറ്റുപോയിട്ടുള്ളവരൊക്കെയാണ് പിന്നീട് വലിയ വലിയ നിലകളിൽ വിജയിച്ച് വലിയവരായി തീർന്നിട്ടുള്ളത്. എന്നാൽ തോറ്റുപോയ പലരും പിന്നീട് വിജയിക്കാതെ പോയതിൻ്റെ കാരണം അവരെ ആ സമയങ്ങളിൽ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് ചവിട്ടിത്താക്കുകയും കഴിവില്ലാത്തവരെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവർ വീണ്ടും തോറ്റുപോവുകയും ചെയ്യുകയാണ്. നിങ്ങളുടെ മക്കൾ ഈ സമയങ്ങളിൽ, ഈ പരീക്ഷാ കാലഘട്ടത്തിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവരെ നോക്കി പറയുക, സാരമില്ലെന്നേ, നമുക്കത് നേടിയെടുക്കാമെന്നേ, നമുക്കത് പറ്റുമെന്നേ, നീ വിജയിക്കുമെന്നേ, നീ വിജയശ്രീ ലാളിതനാകുമെന്നേ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കുക. തോറ്റുപോയ കുഞ്ഞിനെ കൂടുതൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ചേർത്ത് പിടിക്കുക. നാളെ ആ വ്യക്തി വലിയ നിലയിൽ വിജയിച്ചു വരും. എന്നാൽ ഈ സമയം അവനെ താഴ്ത്തിക്കെട്ടുകയും കുറ്റപ്പെടുത്തുകയും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയും ചെയ്താൽ അവൻ്റെ ജീവിതത്തിൽ ഉള്ള വിജയം കൂടെ നമ്മൾ കാരണം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ പ്രാവശ്യത്തെ തോൽവി ഒരു തോൽവിയായി കരുതാതെ കുഞ്ഞിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് അവനെ ഉന്നത തലങ്ങളിൽ എത്തുവാൻ വേണ്ടി അവനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. അല്ലാതെ മറ്റുള്ള മക്കളുമായി നമ്മുടെ മക്കളെ താരതമ്യം ചെയ്താൽ അവൻ വീണ്ടും തോറ്റുപോകും. ഈ തോൽവി സാരമില്ലെന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിക്കുക. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടുതൽ ഉന്നത വിജയത്തിലെത്തുകയും അവർ ഉന്നത വിജയം കരസ്ഥമാക്കാൻ നമ്മൾ കാരണക്കാരായി തീരുകയും ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.